ചാക്കോച്ചനുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സജിൻ ആയിക്കോട്ടെ, ദിലീഷ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ഡയറക്ടർ ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറായ ചിദംബരം ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അതും ഒരു സ്റ്റാർ പദവിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാട്ടുന്നത്. ജാഫർ ഖാ, സുരേഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഒരു ചാക്കോച്ചനുമായിട്ട് കഴിഞ്ഞ പടം ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ഒരു ഹിറ്റ് കോംബോ വീണ്ടും ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട് ഈ സിനിമയുടെ പിന്നിൽ. സോ ഞങ്ങൾ ഇപ്പോഴാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇതിൻ്റെ ഡേറ്റും ട്രെയിലറും കാര്യങ്ങളെല്ലാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, സിനിമ സംസാരിക്കട്ടെ. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അധികം സമയം കളയണ്ട, നമുക്ക് നമ്മുടെ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഉണ്ട്, നമ്മുടെ പടത്തിന്റെ ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും കഴിഞ്ഞ എൻ്റെ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അതൊരു നല്ല സിനിമയാണ് എന്നുള്ളൊരു വിശ്വാസം, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ അത് ഈ സിനിമയുടെ കൂടെ നിന്നവരാണെങ്കിലും ഈ സിനിമയെ സ്നേഹിച്ചവരാണെങ്കിലും സിനിമയ്ക്കകത്തും പുറത്തുമുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണങ്ങളും അവരുടെ ഒരു പ്രാർത്ഥനയും എല്ലാം ഈ സിനിമയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഇല്ല. ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും ഒന്നും സ്ഥലത്തില്ല. അപ്പം അവരുടെ പ്രസൻസും ഈ വേദിയിൽ ഇപ്പോഴുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്കിതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു വെരി മച്ച്. മാജിക് ഫ്രെയിംസ് ലിസ്റ്റിൻ്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ്. അന്ന് ഇദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ അഹങ്കാരത്തോടുകൂടി എപ്പോഴും പറയുമായിരുന്നു. ഇപ്പം എത്ര വർഷമായി അപ്പോൾ കഴിഞ്ഞിട്ട്? 15 വർഷത്തോളമായി. അപ്പോൾ ട്രാഫിക് എന്ന സിനിമയിൽ തുടങ്ങിയ ആ ഒരു കൂട്ടുകെട്ട് ഇപ്പോൾ മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ ഉദയ പിക്ചേഴ്സും കൂടെ ചേരുമ്പോൾ അതൊരു ദുരൂഹ സാഹചര്യത്തിനപ്പുറം അത് ഏറ്റവും നല്ല ഒരു സന്തുഷ്ടമായ ഒരു സാഹചര്യമായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നല്ല സിനിമകളുടെ കൂടെ എന്നും നിലനിന്നിട്ടുള്ള അത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ് ലിസ്റ്റിൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത എന്നാത്താം കേസോട് എന്ന സിനിമയുടെ സംവിധായകനോടൊപ്പം രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനോടൊപ്പം വീണ്ടും ഈ സിനിമയുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും പുതുമയുള്ള കാര്യം ഇതുവരെ ഞാൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഞങ്ങളിൽ പലരെയും ഇതിനു മുമ്പ് കാണാത്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഒരു നാക്ക് രതീഷിനുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തതകൾ കൊണ്ടുവരാനായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക ഒരു ക്വിക്ക്നെസ് അത് ഈ സിനിമയിലുണ്ടാവും. അത് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഹലോ. നമ്മുടെ ട്രെയിലർ കാണാൻ വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം. രതീഷ് എന്റെ പടത്തിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാത്താം കേസൂടെ കണ്ടതിന് ശേഷം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ കണ്ടതിന് ശേഷം. അപ്പം അങ്ങനെ ഒരു അവസരം എനിക്ക് ചാക്കോച്ചനും ലിസിൻ ചേട്ടൻ തന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ 3 ഡയറക്ടർമാരോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് രതീഷ് ചേട്ടൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, രാജേഷ് മാധവൻ. ഇവർ 4 പേരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രെയിലർ ലോഞ്ചിലോട്ട് പോവാം. ഈ സിനിമയിൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എൻ്റെ കാലിന് ഇഞ്ചുറി പറ്റി ഒടിഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സീൻ ഷൂട്ട് ചെയ്തത് തൊട്ട് മുന്നേ റിയലായിട്ട് എൻ്റെ കാലൊന്ന് ഫ്രാക്ചറായി. ശരിക്കും കാല് പ്രശ്നമായി.
അപ്പൊ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ജീവിക്കേണ്ടി വന്നു. യെസ്, ശരിക്കും ചെയ്തു. ഡയറക്ടറിൽ നിന്നും ആദ്യമായിട്ട് നടനായിട്ട് ഒരു സിനിമയിൽ, അത് നമ്മുടെ സ്വന്തം ദുരൂഹ സാഹചര്യത്തിലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ചിദംബരം. ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത്. രതീഷ് എന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് വിളിച്ചത്. ഒരു കഥയുണ്ട്, ഞാൻ അയച്ചു തരാം, ഒന്ന് ചെറുതായിട്ട് അഭിനയിക്കണം. അപ്പം ഞാൻ യാത്രയുടെ തിരക്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് നാട്ടിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. പിന്നെ ചാക്കോച്ചനാണ് ധൈര്യം തന്നത്. ആ ധൈര്യം വെച്ച് ഞാൻ സെറ്റിലേക്ക് പോയപ്പോഴും ചെന്ന് പെട്ടത് 4 പുലികളുടെ ഫ്രണ്ടിലാണ്. സച്ചിൻ, പോത്തന്നൻ, ജാഫറൊക്കെ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പം ശ്രമിച്ചിട്ടുണ്ട്. കാണുക, ബാക്കി സിനിമ സംസാരിക്കും. ഓരോ കഥാപാത്രങ്ങളും ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ജാഫർ ഇടുക്കിയെ സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ചുള്ളൻ ചക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചുള്ളൻ ചക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ചുള്ളൻ ചക്കൻ എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇരിക്കുന്നിടത്ത് ഓക്കെ അല്ലേ? അടിപൊളി ഉഗ്രം പടമാട്ടോ. ഇത് മിസ് ചെയ്ത് പോകുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറയാറുള്ള ഒരാളല്ല. ഈ പടം ഗംഭീരപടമായിരിക്കും വ്യവസായം. ഇത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങേറ്റത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് 2-3 വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായകൻ സാറിൻ്റെ കൂടെ എനിക്ക് കുറേ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഈ പടത്തിൽ. പിന്നെ ഈ ചെറുക്കൻ ചുരുളി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഒരു വള്ളി പെൻസിൽ പോലെ ഇരുന്ന ഇപ്പം തടിയൊക്കെ വെച്ച് അമ്പാനായി ജീപ്പന് വന്നിട്ട് എന്നെ വന്ന് എന്നോട് ചോദിച്ച ഡയലോഗ് അറിയാൻ പാടില്ലേ, ചുരുളിയില് മക്കളല്ല ചോദിക്കണേ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ പേരെ പിന്നെ ഉണ്ടല്ലോ, ഒരു രാജാവ് ഫ്രണ്ട് ഇരിപ്പുണ്ട്, അദ്ദേഹം കൂടെ കയറുമ്പോൾ ഓക്കെ ആവും. പിന്നെ നമ്മുടെ നായകക്കുട്ടിയല്ലേ, ഇത് പിന്നെ ഒരു ഇത്ര ആൾക്കാരുള്ള ഒരു സിനിമയാണ്. പിന്നെ കുറേ ആൾക്കാരുമുണ്ട്. എന്തായാലും ഈ നടക്കാനിരിക്കുന്ന ഈ സംഭവങ്ങൾ നടക്കട്ടെ. ഒത്തിരി നീട്ടുന്നില്ല, ഇനിയിപ്പോൾ അത് മതി. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞാനും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വളരെ സന്തോഷം. വീണ്ടും ചാക്കോച്ചനോടൊപ്പം ഒരു റോള് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും, ജാഫർക്കോടൊപ്പം ഞാൻ കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ 3ാമത്തെ സിനിമയിലാണ് ചെയ്യുന്നത്. പടം ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണൂലേ? പൊളിക്കൂലേ? തകർക്കണം നമുക്ക്. ഓക്കെ, താങ്ക് യു. സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശരണ്യ. ഹീറോയില് തെരഞ്ഞെടുക്കുന്നതിലുള്ള ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആക്ച്വലി രതീഷേന്റെ കൂടെ ഞാൻ ചെയ്യുന്ന 2ാമത്തെ മൂവിയാണ്. ആദ്യത്തെ സിനിമ ഞാൻ സുധീഷേന്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയും പ്രണയകഥ. അതിനുശേഷം എനിക്ക് ഒരുപാട് എന്താ പറയുക, ബ്യൂട്ടിഫുൾ ടാലന്റഡ് പെർഫോമേഴ്സിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. സോ ഫോർ ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ കണ്ടപോലെ ഏപ്രിൽ 15 വിഷു ദിനത്തിലാണ് നമ്മൾ ഒരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വിഷു ദിനത്തിൽ വിഷു കൈനീട്ടമായിട്ട് നിങ്ങളിലേക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് ഇരുകൈ എണ്ണീട്ട് സ്വീകരിച്ച് തിരിച്ച് ഞങ്ങൾക്കും വിഷു കൈനീട്ടം നിങ്ങളെല്ലാവരും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു വെരി മച്ച്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകൾ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തും അതിനുശേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് നമ്മളെപ്പോഴും പറയുന്നു ഭയങ്കര കഷ്ടപ്പെട്ടാണ് സിനിമകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞതിനപ്പുറം അതെല്ലാം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ട കാര്യമില്ല. സിനിമ സംസാരിക്കുക എന്ന് നമ്മൾ പറയുന്നു. സിനിമ എത്രത്തോളം ഏത് രീതിയിലൊക്കെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആത്യന്തികമായിട്ട് ആ സിനിമയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യം. നമുക്കറിയാം വളരെ സംഘർഷപൂരിതമായ ഒരു അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആർട്ട് ഫോം, കലാരൂപങ്ങൾ
എത്രത്തോളം മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ഉത്ബോധിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു എന്നതിന്റെ തെളിവുകളായിട്ട് പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഈ അടുത്ത സമയങ്ങളിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയുന്നത്. ഏറ്റവും സംഘർഷപൂർണമായ സമയങ്ങളിൽ പോലും ആട് പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ പ്രതിച്ഛായ പോലുള്ള സിനിമകൾ, ഇപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ള വാഴ 2 എന്ന സിനിമയെല്ലാം ഞാൻ അഭിനയിച്ചില്ല, സുധീഷ് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അതെല്ലാം നല്ല പ്രേക്ഷക പ്രീതിയോടുകൂടി തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ തീർച്ചയായിട്ടും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അത് ഏത് കലാരൂപങ്ങളായാലും അത് മനുഷ്യന് ആവശ്യമാണ് എന്ന് നമ്മൾ മലയാളികൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് ലോകത്തോട് കാണിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങളോട് എല്ലാവരോടും, പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല സിനിമകളുമായിട്ട് മലയാള സിനിമ വീണ്ടും ഉണ്ടാവും എന്നുള്ളതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ആഴ്ചകളിലൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. ഇപ്പം ഞാനിന്ന് ടോവിയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ടോവിയോട് ചോദിച്ചത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച പള്ളിച്ചട്ടം റിലീസ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലോ? നിനക്ക് ഇത്ര ധൈര്യമുണ്ടോ? ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ധീരനല്ലേ, ധീരൻ. ഞാൻ ഇത് കഴിഞ്ഞ് ഖത്തറിൽ പോകുന്നുണ്ട്. എടാ നിന്നെ സംഭവിച്ചിരിക്കുന്നു ചേട്ടാ, ഞാൻ ധീരനല്ലേ, ധീരൻ. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പം പള്ളിച്ചട്ടമ്മിയും അങ്ങനെയുള്ള വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വലിയ പെരുന്നാളെന്ന് നമ്മൾ പറയുന്ന പോലെ മെയ് 1-ാം തീയതി പേട്രിയറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു ചെറിയ പെരുന്നാളായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമകളും നല്ല സിനിമകളാണെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വിഷുദിനത്തിൽ നല്ലൊരു വിഷുക്കണിയുമായിട്ട് വിഷു സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ടീം. സോ താങ്ക് യു വെരി മച്ച്. ട്രെയിലർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ ഞാൻ ആൽക്കലി എന്നുള്ള ഗാനം നിങ്ങൾ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് പ്രത്യേകം നന്ദി പറയേണ്ടത് ഡാൻസിങ് നിഞ്ച എന്ന കൊറിയോഗ്രാഫറിനോടും മ്യൂസിക് ചെയ്ത ഡോൺ വിൻസെന്റ്, അതിന് വരികൾ എഴുതിയ നമ്മുടെ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, പിന്നെ എന്നെ അതിലെ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ സജിൻ ഗോപു എന്ന പുതിയ മൈക്കിൾ ജാക്സണോട് കൂടെയാണ്. സോ താങ്ക് യു വെരി മച്ച്. സോ വിഷുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. സോ നല്ല സിനിമകൾ നീണാൾ വാഴട്ടെ. നല്ല സിനിമകൾക്കായിട്ട് ഇനിയും ഏറ്റവും നല്ല രീതിയിലുള്ള എഫേർട്ടുകൾ ഉണ്ടാകട്ടെ. ഒരു നല്ല ടീമാണ്, നല്ല ക്രൂ ആണ് ഇതിന്റെ കൂടെ ഉള്ളത്. അവരോട് എല്ലാവരോടും ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. നല്ല സിനിമയായിട്ട് വരാൻ സാധിക്കുന്നു എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്ക് യു വെരി മച്ച്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ സംസാരിക്കട്ടെ, സിനിമ വിജയിക്കട്ടെ, സ്നേഹം വിജയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നമ്മള് സോങ് കണ്ടപ്പോഴത്തേക്കിനെ, ഞാൻ ആൽക്കലി സോങ് കണ്ടപ്പോഴത്തേക്കിനെ ശരിക്കും നമ്മുടെ സജിൻ ചേട്ടൻ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കാൻ ചാക്കോച്ചന് ഡാൻസ് അറിയത്തില്ലേ എന്ന് അങ്ങനെ വിചാരിക്കുന്നത് കുറെ കമന്റ്സ് ഒക്കെ ആ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു. അതാണ് അത് വേറെ ലെവൽ, അത് വേറെ ലെവൽ പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് വെച്ച് ചാക്കോച്ചനെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം, അതോ പഠിച്ച ഡാൻസ് പെർഫോം ചെയ്യാൻ പോകണം? എന്താ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തോ? ഒന്നെങ്കിൽ പഠിപ്പിച്ചോണ്ട് മുതല കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കണോ? പുള്ളിക്കാരുടെ ടീച്ചറെ കണ്ടുപിടിച്ച് ഇവർ രണ്ടുപേരുമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഡാൻസ് ചെയ്യാൻ നമ്മൾ സമ്മതിച്ച സ്ഥിതിക്ക് ഒരു മറ്റേ കൈയടി അവർക്കും കൂടെ കൊടുക്കാം. They be tryna get me wiped up. Shawty, wait a minute, can't tell if I like ya. Gotta make sure you know how to shake it like a bartender. Team with me and they all winners. And you know we ballin' all winter, all summer. Jewelry around my neck is lightning, but I'm all thunder. Keep coming with it. Keep coming with it. Keep coming with it. Place your bets on us. Get your money and flip it, yeah. Keep coming with it. Coming with it, keep coming with it. Place your bets on us, get your money and flip it. Bring a friend and come along. Don't be taking too long. The vibe's too strong. If you don't know how to move, then we moving on. Ain't no way rhythmic feet up in this place. If you can't catch the feeling, then get out the way. I've been reeling and fish from the lake. They keep saying I'm down to earth, but I'm really out of space. All these women aliens, super foreign, so exotic. Hop in the Mercedes Benz, and I got them crushing like ice pouring the bub. It's overflowing on us. You drop it, then pick it up. I think I'm falling in love, but shawty, this isn't what you probably thinking it was. സോ പ്ലീസ് എല്ലാവരും, ഇതൊരു ഗുഡ് ഫിലിമാണ്. രതീഷ് ഏട്ടനാണ് സംവിധായകൻ. പുള്ളിക്കാരനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട്. എക്സ്ട്രീംലി വെൽ ടാലന്റഡ് ക്രാഫ്റ്റ്സ്മാൻ.
നല്ല എഴുത്തുകാരൻ, ഐ മീൻ സേഫ് ഫാൻസ്, എഡിറ്റർ മനോജേട്ടൻ, DOP അർജുൻ, മ്യൂസിക് ഡോൺ, എല്ലാവരും എന്താ പറയുക, അങ്ങനെ ഈ ടെക്നീഷ്യൻസിൻ്റെയും പിന്നെ ആക്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിന് ഒരു ധൈര്യം തന്നെ വന്നത്. ബട്ട് എനിവേസ് എല്ലാവരും വന്ന് കാണുക പ്ലീസ്. താങ്ക് യു. ഞങ്ങൾക്കും എവിടെ ഗിഫ്റ്റ് എന്നല്ലേ പക്ഷെ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുക, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ഞങ്ങൾ ഓപ്പൺ ആക്കണം, ഓപ്പൺ ആക്കണം. ഇന്ന് ഈ ഒരു ഗിഫ്റ്റിന് പ്രത്യേകതയുണ്ട്, അതറിയാമോ? പറ. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. താങ്ക് യു വെരി മച്ച്. ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എൻ്റെ വിവാഹ സാഹചര്യമാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. 21 വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അത്യാവശ്യം അടിയിടിയും ബഹളങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന എല്ലാവരും പോലെ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്. പ്രിയ, ഈ സിനിമ സംഭവിക്കാനായിട്ട് പ്രിയയും കൂടെ ഒരു മെയിൻ റീസണാണ്. കാരണം ഈ ഒരു സിനിമയിലുള്ള വിശ്വാസം എന്നേക്കാൾ കൂടുതൽ പ്രിയക്കുണ്ടായിരുന്നു. എന്നെ ഇതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് ബാലകൃഷ്ണ അതുപോലെ സംവിധായകന്, ക്രിയേറ്ററിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്നാത്ത കേസുകൂടിൽ ആ ഒരു ഇത് കണ്ടതാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴും. എന്നെപ്പോലെ തന്നെ മറ്റ് പലരെയും ഇതുവരെ കാണാത്ത രീതികളിൽ, രൂപങ്ങളിൽ, ഭാവങ്ങളിൽ കാണാനായിട്ട് സാധിക്കുമെങ്കിൽ അത് RPB എന്ന അദ്ദേഹത്തിൻ്റെ RBP എന്ന് പറയുന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാന്റെ കഴിവ് തന്നെയാണ്. എൻ്റെ വണ്ടർഫുൾ ക്രൂ, ടെക്നിക്കൽ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഡോൺ വിൻസെന്റ്, അതേപോലെ തന്നെ മനോജ് കണ്ണോത്ത്, എഡിറ്റിംഗ്, സേതു, ക്യാമറ, റോണക്സ്, മേക്കപ്പ്, മെൽബി, കോസ്റ്റ്യൂംസ്, അങ്ങനെ ഒരുപാട് ടാലൻസ് ഇതിൻ്റെ പുറകിലുണ്ട്, കൂടെയുണ്ട്, ടീമുണ്ട്. മാജിക് ഫ്രെയിംസ്, ആ ടീം പുതിയ പിക്ചേഴ്സും കൂടെ ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ദുരൂഹ സാഹചര്യം വിഷു കൈനീട്ടമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്സ്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. 29 കൊല്ലമായി, കഴിഞ്ഞ 29 കൊല്ലമായിട്ട് നിങ്ങളുടെ എല്ലാ സ്നേഹവും ഇങ്ങനെ അകപ്പെടുത്തി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ തലോടലുകളും ചെറിയ തല്ലുകളും എല്ലാം ഇടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിലും നല്ല സിനിമകളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ സ്നേഹം, ഈ പ്രോത്സാഹനം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെ പോകാൻ ഒരു ഊർജ്ജം തരുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. മലയാള സിനിമ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ല കോണ്ടന്റ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമകൾ ലോക സിനിമയ്ക്ക് നൽകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ആ കൂട്ടത്തിൽ നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഞങ്ങളും ഉണ്ടാവും. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ ഫോർ ദിസ് വണ്ടർഫുൾ ഇവന്റ്, വണ്ടർഫുൾ ഈവനിങ്. എല്ലാവർക്കും പെസഹ വ്യാഴമാണ്. പെസഹ വ്യാഴത്തിന്റെയും വരുന്ന ഈസ്റ്ററിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷുവിന് നമുക്ക് തിയേറ്ററിൽ കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു.